വസന്ത് സിറിയാക്, ഇത്തരത്തിലുള്ള കണക്കുകൾ സംസാരിക്കുമ്പോൾ അതുകൂടി അംഗീകരിച്ചു കൊണ്ടുവേണ്ടേ പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കോയിൻ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ കേരളം കടക്കണിയിൽ ആണേ എന്ന ഒരു മുദ്രാവാക്യമാണോ പ്രതിപക്ഷത്തിന് യോജിക്കുക? സത്യത്തിൽ നടക്കുന്നത് ഉപരോധത്തിലെ പ്രതിരോധം കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപരോധത്തിനിടെ പ്രതിരോധം തീർത്ത് കേരളം മുന്നോട്ട് പോവുകയാണ് എന്നതല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ പരസ്യവാചകമോ മുദ്രാവാക്യവാചകമോ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നത്? ആ കണക്കുകൾ തന്നെ അങ്ങനെയാണ് സംസാരിക്കുന്നത്. KSRTC നമ്മുടെ ഏത് കാലത്തുമുള്ളൊരു പ്രശ്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുന്നതാണ്. 1466 കോടി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് 5002 കോടിയായി ഒന്നാം പിണറായി സർക്കാരും 7830 കോടിയായി ഈ സർക്കാരും കൊടുത്തിരിക്കുന്നു. അവരുടെ പല സ്ഥലത്തും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുക കൂട്ടാതെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷന് ഏറ്റവും വലിയ പ്രയോറിറ്റി മേഖലയായ അവശരുടെ അർഹതയുള്ളവരുടെ ക്ഷേമ പെൻഷന് 9011 കോടി രൂപ കൊടുത്തപ്പോൾ ഒന്നാം പിണറായി സർക്കാർ 35,054 കോടി രൂപ കൊടുത്തുവെന്നും രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 841 കോടി രൂപ കൊടുത്തു. പ്ലസ് ഈ 841 ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അതെ, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കൊടുത്തു. മാത്രവുമല്ല ഇനിയിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളതുടൻ കൊടുക്കും എന്നും പറഞ്ഞു. ഇത്തരത്തിൽ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം കടക്കണിയിൽ എന്നൊരു മുദ്രാവാക്യം സ്വന്തം രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുന്ന ഒന്നായി മാറില്ലേ കേരളത്തിൽ യുക്തിപൂർവമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി വസന്ത്. NBC രണ്ട് കാര്യങ്ങൾ. ഒന്ന്, KSRTCക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ സാലറി കൊടുക്കാനാണ്. അത് കൂടുന്നതിനനുസരിച്ച് സർക്കാർ പരാജയമാണ് എന്നാണ് വെളിവാക്കപ്പെടുന്നത്. അത് കൊടുക്കണ്ടേ? കാരണം കൊടുക്കണ്ടെന്നാണോ അഭിപ്രായം? അങ്ങ് തന്നെ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതല്ലാത്ത പൈസയെ പറ്റിയാണ് അങ്ങിപ്പോ കണക്ക് പറഞ്ഞത്. ആ കണക്ക് കൂടുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇന്ന് അസംബ്ലി പറഞ്ഞ കണക്ക് അതാണ്. അത് ഞാൻ ഉദ്ധരിച്ചതാണ്. തെറ്റല്ലേ? എങ്ങനെയാ സപ്പോർട്ട് ഫണ്ടാണ്. നോക്കൂ, ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ആ സ്ഥാപനം, ആ കോർപ്പറേഷൻ എത്തിയാൽ സർക്കാർ കൊടുക്കുന്ന പൈസ കുറഞ്ഞു വന്നാലാണ് സ്വയം പര്യാപ്തത. അതൊരു ലോജിക്കാണ്. ആ സ്ഥാപനം സ്വയം പര്യാപ്തതയിൽ എത്താത്തത് കൊണ്ട് ഈ ഫണ്ട് കുറച്ചു കൊണ്ടുവരണം. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി സമ്മർദ്ദം എന്ന നിലയ്ക്ക് KSRTCക്ക് കൊടുക്കുന്ന ഫണ്ട് കുറച്ചു കൊണ്ടുവരണം. അത് ശമ്പളത്തിനായാലും പെൻഷനായാലും എന്നൊരു വാദം കോൺഗ്രസിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെ പറയണം. ഞാൻ പറഞ്ഞത് കൂടുതൽ പൈസ നൽകുന്നത് സർക്കാരിന്റെ ഗുണമായി കാണരുത്. അത് സർക്കാരിന്റെ വീക്ക്നെസ് ആണ്. അങ്ങനെയാണെങ്കിൽ 9011 കോടി രൂപയുടെ ദൗർബല്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തലയിലുണ്ടോ? അന്ന് 9011 കോടി രൂപ കൊടുത്തത് തെറ്റാണോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ ചെയ്തിയെ താങ്കൾ തള്ളി പറയുമോ? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൂടുതൽ പണം കൊടുക്കുന്നു എന്നുള്ളത്, അതായത് സപ്പോർട്ട് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെയാണോ ഇത്? കച്ചവടം നടത്തി ക്ഷമിക്കണം, ഇതൊന്ന് അല്ല, KSRTC ആയതുകൊണ്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിടത്തേക്കൊക്കെ വണ്ടി എത്തിക്കുന്ന KSRTC ആയതുകൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു കച്ചവടം നടത്തി പുലരാനുണ്ടാക്കിയ ഒരു പൊതുസ്ഥാപനം പോലെ, പൊതുമേഖലാ സ്ഥാപനം പോലെ കാണേണ്ടതാണോ? അതൊരു സേവനത്തുറയായി കാണേണ്ടതാണോ? KSRTC ലാഭാധിഷ്ഠിതമായി പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഗ്രാമങ്ങളിൽ വണ്ടി എത്താതിരിക്കും? അങ്ങനെ ഒരു പ്രശ്നമില്ലേ വസന്തേ? ഒരിക്കലും ഇല്ലെന്നേ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം തെറ്റിദ്ധാരണയാണ്. അപ്പൊ KSRTCയിൽ എന്ത് ചെയ്യണം? ഫണ്ട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പറയൂ. നിലവിലെ KSRTC മന്ത്രി UDF കാലത്തെ KSRTC മന്ത്രിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ ചോദിക്കട്ടെ, കൈരളി പാർട്ടി ചാനൽ ആയി നിങ്ങൾ കാര്യം പറയൂ. പ്രതിപക്ഷം ഭരണപക്ഷത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയൂ. കൈരളിയെ വിടൂ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കഴിവല്ല. കൈരളി പരാജയമാവുന്നതിനനുസരിച്ചാണ് AKG സെന്ററിന് സപ്പോർട്ടിംഗ് ഫണ്ട് വേണ്ടി വരിക. അതാണ് താങ്കൾ കമ്പനി നിയമത്തിന്റെ ഹരിശ്രീ അറിയാത്ത പോലെ സംസാരിക്കല്ലേ വക്കീലേ? അല്ല, ഒരു കമ്പനി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നഷ്ടത്തിലായാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇങ്ങനെ പറയുന്നത്? താങ്കൾ പറഞ്ഞ വാദം പൂർത്തിയാക്കൂ. താങ്കള് കമ്പനി നിയമത്തിന്റെ ഹരിശ്രീ അറിയാത്തവരെ പോലെ സംസാരിക്കല്ലേ? താങ്കൾക്ക് അറിയാം. താങ്കളുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെക്കുകയാണ്. കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ ഒരു കമ്പനിക്ക്, ഒരു ക്ലിപ്ത സ്വഭാവത്തിലുള്ള ഒരു കമ്പനിക്ക്
അങ്ങനെ സംഭാവനകൾ സ്വീകരിക്കാൻ പറ്റുമോ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ താങ്കൾ ഒരു ഉദാഹരണം പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. അതിൽ നിന്ന് പിൻവാങ്ങിക്കോളൂ. അതുമല്ല ചർച്ച. പെട്ടെന്ന് മറ്റുള്ളവരുടെ സമയം പോകുന്നു. പെട്ടെന്ന് ആ സ്ഥാപനം പരാജയമായാണ് അതിന്റെ വീലുകൾ ഓടുന്നത്. അതുകൊണ്ടാണ് സപ്പോർട്ട് ഫണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പോ ബഹുമാനപ്പെട്ട MLA പറഞ്ഞല്ലോ, എന്താണ് ഞങ്ങൾ കടക്കെണിയിലല്ല. GDP-യുടെ എത്ര ശതമാനമാണ് MLA നമുക്ക് കടമെടുക്കാൻ സാധിക്കുന്നത്? ആ പ്രകാരം 39,876 കോടി രൂപയാണ് കടമെടുക്കാൻ പറ്റുന്നത്. ഇനിയും സാമ്പത്തിക വർഷം ഇനിയും ഒരുപാട് മാസങ്ങൾ മുമ്പോട്ട് പോകാൻ നിൽക്കുമ്പോൾ 25,988 കോടി ഇതിനോടകം തന്നെ നമ്മൾ കടമെടുത്തു കഴിഞ്ഞു. അത് നമുക്ക് കടമില്ലാഞ്ഞിട്ടാണോ? പദ്ധതി വിഹിതം ഇതുപോലെ വെട്ടിക്കുറിച്ചൊരു സർക്കാർ മുമ്പുണ്ടായിട്ടുണ്ടോ? നിയമസഭയിൽ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി SC/ST വകുപ്പിന്റെ മന്ത്രിയുടെ ഉത്തരം തന്നെ ഉദാഹരിച്ചുകൊണ്ട് ആൻസർ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് SC/ST വകുപ്പിന്റെ മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞില്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് 8,450 കോടിയാണ്. പക്ഷെ എത്രയാ ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ റിലീസ് ചെയ്തത് 1,400 കോടി. റബ്ബർ താങ്ങുവില 250 ആക്കുമെന്ന് പറഞ്ഞിട്ട് 200 പോലും കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ സർക്കാരിന്? 158 കോടി രൂപ ആർക്ക്? ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്ന കമ്പനിക്കാർക്ക് കൊടുക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ശ്രീ MBC, വിജയുമായി ബന്ധപ്പെട്ട് കരൂരിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നു. അപ്പൊ വിജയുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായ ഉടനെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നൽകാം. നല്ല കാര്യം, കാരണം നമുക്ക് തമിഴ്നാടിനോട് സ്നേഹം വേണം, അവിടുത്തെ ജനതയോട് നമ്മൾ താതാമ്യപ്പെടണം. പക്ഷേ വിജയുമായി ബന്ധപ്പെട്ട ദുരന്തം പരിഹരിക്കുന്നതിന് മുമ്പ് വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട ദുരന്തം പരിഹരിക്കണ്ടേ? മരുന്ന് കമ്പനികൾ നോട്ടീസ് അയച്ചില്ലേ സർക്കാരിന്, ഞങ്ങൾ ഈ വിതരണം നിർത്തിവെക്കും എന്ന കണക്കിന്? ഈ പറയുന്ന ഹൃദരോഗ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്നവർ നോട്ടീസ് അയച്ചില്ലേ? അങ്ങനെ സർക്കാരിന് മുമ്പിൽ എത്രയോ വിതരണക്കാരുടെ നോട്ടീസാണ് നിലവിൽ നിൽക്കുന്നത്. പരിഹരിക്കട്ടെ. ഇനി നിങ്ങൾ ഇപ്പൊ താങ്കളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാബു MLA-യിലേക്ക് പോവുകയാണ്. ബാബു MLA, ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അക്കമിട്ട് എന്നതുപോലെ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് വസന്ത് സിറിയാക്ക്. മറുപടി. അതില് ഒന്ന് ആരോഗ്യരംഗത്തുള്ള നമ്മുടെ വളർച്ചയെക്കുറിച്ചാണ്. സ്വാഭാവികമായും ആരോഗ്യരംഗത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ വർഷവും അനുവദിക്കുന്ന സംഖ്യ എടുത്തു നോക്കിയാൽ അറിയാം. ഇന്ത്യയിൽ എവിടെയും ഇതുപോലെ കൊടുത്തൊരു കാലം ഉണ്ടായിട്ടില്ല. കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു വലിയ കെട്ടിടങ്ങളും എക്യുപ്മെൻറ്റ്സും കൊണ്ടുവന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കാർഡിയോക് കേന്ദ്രങ്ങൾ ആവിഷ്കരിച്ചു. ഈ ഒരു പക്ഷേ താലൂക്ക് ആശുപത്രികളിൽ പോലും മുട്ടിൻ്റെ ശസ്ത്രക്രിയ, കോട്ടയത്ത് റോബോട്ടിക് ശസ്ത്രക്രിയ, കുട്ടികൾക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ, ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുന്നേറ്റത്തിലല്ലേ? പിന്നെ തമിഴ്നാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതില് ബാബു MLA അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇവർക്ക് ചില ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികൾ നോട്ടീസ് അയച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഉടനെ ഉപകരണം തരണം, ഇല്ലെങ്കിൽ ഈ സേവനം നിർത്തിവെക്കുമെന്ന്. അതാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. വളർച്ചയുണ്ടായ കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. അത് താങ്കൾ പറഞ്ഞു. അതിന്റെ കൂടെ ഇതുകൂടി കൂട്ടിച്ചേർക്കൂ. ഇത്തരത്തിലുള്ള നടപടികൾ കടക്കെണിയുടെ ലക്ഷണമായി കാണാവുന്നതോ വ്യാഖ്യാനിക്കാവുന്നതാണോ? ബാബു പറയും. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റുമുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നലെ വരെ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചവർ പോലും ഇന്നിവിടെ വരികയാണ്. അതിനനുസരിച്ചുള്ള ശസ്ത്രക്രിയകളും മറ്റും ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു കമ്പനിക്കും കൊടുക്കാനുള്ള നയാ പൈസ കൊടുക്കാതിരിക്കില്ല. സമയപരിധി നിശ്ചയിച്ചിട്ട് അത് കൊടുക്കും. അതിന്ന് ധനമന്ത്രി ബാലഗോപാൽ തന്നെ പറഞ്ഞു, UDF-ന്റെ കാലത്ത് ഇത്തരം ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിന് പൈസ കൊടുക്കില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒറ്റ കാര്യം KSRTCയെ കുറിച്ച് പറഞ്ഞു. പൊതുവെ അഡ്വക്കേറ്റ് KSRTCയുടെ സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ ഗതാഗത മേഖലയിൽ ഏറ്റവും ഗ്രാമാന്തരങ്ങളിൽ പോലും യാത്രക്കാർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യുക മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ രൂപത്തിൽ യാത്ര ചെയ്യുന്നതിനും അതിനുമപ്പുറം മറ്റ് സ്വകാര്യ വാഹനങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് കൊടുക്കേണ്ട അമിതമായ ചാർജ് പിടിച്ചു നിൽക്കാൻ ഈ നമ്മുടെ പിന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ KSRTC ഇല്ലെങ്കിൽ ഈ കേരളം എവിടെയെത്തും? ചാർജ് വർധനവിൽ നമ്മുടെ പൊതുമേഖലയിലുള്ള ആരോഗ്യം കേന്ദ്രങ്ങളില്ലെങ്കിൽ കഴുത്തറുപ്പൻ രൂപത്തിലേക്കുള്ള ആരോഗ്യരംഗത്ത് ഈ വൻകിടക്കാർക്ക് കടന്നു വരില്ലേ? അതാണ് അതിൻ്റെ ഒരു മാർഗം. അത് മനസ്സിലാവും. പിന്നെ
ആ കട മാറ്റാനല്ല, ശമ്പളം കൊടുക്കുന്നത് തൊഴിലാളികൾ എന്ന നിലയിൽ അവർക്കുള്ള ശമ്പളം കൊടുക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിലായി KSRTCയുടെ പുതിയ വാഹനങ്ങൾ ഇറങ്ങാൻ പോവുക. എനിക്ക് 300-നടുത്ത് വാഹനങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്. കൊടുക്കുന്നത് കടം, അവരുടെ ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കണ്ടേ? ആ തൊഴിലാളികൾ അധ്വാനിച്ചിട്ടുണ്ടല്ലോ, ഈ ഓണക്കാലത്ത് വരുമാനം വർദ്ധിപ്പിച്ചില്ലേ? സ്വാഭാവികമായി അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. അത് ഗവൺമെൻറ് സഹായിക്കുകയാണ്. സഹായമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചില്ലേ 111%. ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു 111% ചെലവഴിച്ച കേരളത്തിലാണ്. വെട്ടിക്കുറവ് എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കണ്ടേ? പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുമ്പോൾ, അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത രൂപത്തിലാണ് കൊടുക്കണം. MA ഒമ്മൻ കമ്മീഷൻ പറഞ്ഞു അവരവരുടെ പദ്ധതിയുടെ ഏകദേശം ഒരു 25% കൊടുക്കണമെന്നാണ്. ഇവിടെ എത്രയായി? 28-29% കയറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം നമ്മൾ കൊടുക്കുന്നത്. സ്വാഭാവികമായും ആ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൻ്റനൻസ്, റോഡ് മെയിൻ്റനൻസായി അല്ലെങ്കിൽ അവരവരുടെ സ്ഥാപനങ്ങൾ കൈമാറിയിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന നിലയിലും നമ്മൾ അധികരിച്ച് പണം കൊടുക്കുന്നുണ്ട്. 15-ാം ധനകാര്യ കമ്മീഷനിൽ അനുവദിച്ചു കിട്ടിയ ഫണ്ട് ഈ ത്രിതല പഞ്ചായത്തുകൾ വഴിയാണ് ശുചിത്വത്തിനും കുടിവെള്ളത്തിനുമായിട്ട് കൊടുത്തത്. അപ്പോൾ അതിന് തന്നെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പണികൾ നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പബ്ലിക് അക്കൗണ്ട് അക്യൂറൽ ഇനത്തിൽ 37,211 കോടി രൂപയാണ് അവർ വെട്ടിക്കുറച്ചത്. കഴിഞ്ഞ 5 വർഷമായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരുന്നത്. ആ SPV ഫണ്ടിൽ 23,144 കോടി രൂപയുടെയും വെട്ടിക്കുറവുണ്ടായി. ആ ഇനത്തിൽ മാത്രം 60,355 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഈ കേരളത്തിലുണ്ടായത്. അതേപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഗ്യാരണ്ടി റിഡൻഷ്യൽ ഫണ്ട് രൂപീകരിച്ച് 3,323 രൂപ അതിൽ വെട്ടിക്കുറച്ചു. ആലോചിച്ച് നോക്കണം. സംസ്ഥാന വായ്പാ പരിധിയിലെ 14,358 കോടി രൂപയും നമുക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പറഞ്ഞു. GDPയുടെ തോതനുസരിച്ച് ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് മാത്രമേ വായ്പ എടുക്കാൻ കഴിയൂ. ആ വായ്പാ പരിധിയാണ് വെട്ടിക്കുറയ്ക്കുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ കിബി ഫണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ എടുക്കുന്ന വായ്പയും ഞങ്ങളുടെ വായ്പ പരിധിയിൽ വരണം. പബ്ലിക് അക്കൗണ്ടിൽ ക്രെഡിറ്റായി കിടക്കുന്ന അത് ഞങ്ങളുടെ വായ്പാ പരിധിയിലേക്ക് വരും. അതേപോലെ തന്നെയാണ് നിങ്ങൾ പെൻഷൻ ഫണ്ട് മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് കമ്പനി. ഞങ്ങൾ വായ്പയെടുത്ത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കും. ഇപ്പം നയ്യാ പൈസയിൽ വായ്പയില്ല, എല്ലാവരെയും കൊടുത്തില്ലേ? 5 മാസം ബാക്കിയുണ്ടായിരുന്ന പെൻഷനാണ്. ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ സംഖ്യയിൽ മാത്രം കൊടുത്ത സംഖ്യ എത്രയാണെന്ന്. 5 മാസം ബാക്കിയുണ്ടായിരുന്നു, ഇപ്പോൾ 1 മാസത്തെ ബാക്കിയാണ്. ഒരു സംശയം വേണ്ട, തൊട്ടടുത്ത മാസങ്ങളിലായി അതുകൂടെ കൊടുക്കാനുള്ള സാമ്പത്തികപരമായ ഒരു മേൽക്കൈ അല്ലെങ്കിൽ മുന്നേറ്റം ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാക്കും. ബാബു മെല്ലെ വരാം.